സാർ. നീയായിരുന്നോ? എന്താ സാറ്? നീ ഇപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടി ഏതെങ്കിലും പമ്പിൽ കയറിയായിരുന്നോ? അതെ, കയറിയായിരുന്നു. എന്താ? എത്ര രൂപയ്ക്കാ പെട്രോൾ അടിച്ചത്? 1000. ക്യാഷാണോ കൊടുത്തത്? ആ അതെ. നിന്റെ പേഴ്സ് ഒന്ന് എടുക്കണം. എന്തിനാ സാറേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ പമ്പിൽ കൊടുത്തത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് പമ്പിന്റെ ഉടമ ഫോൺ ചെയ്തിരുന്നു. 500-ന്റെ 2 നോട്ടുകൾ. ഒരിക്കലുമില്ല സാർ, ഞാൻ നല്ല നോട്ട് തന്നെയാ കൊടുത്തത്. പിന്നെ പമ്പ് ഉടമ വെറുതെയാണോ വിളിച്ചു പറഞ്ഞത്? പേഴ്സ് എടുക്കണം സാറ്. എടുക്കണം. ഇയാളുടെ കാർ ഒന്ന് പരിശോധിക്കും. ശരി സാർ. കീ എവിടെ? സാർ വണ്ടി സെർച്ച് ചെയ്യാമോ? സാറേ സാറേ വണ്ടിയിൽ ഒന്നുമില്ല സാറേ. സാറേ അത് വെറും പേപ്പറാ സാറേ. സാർ സാറേ സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. എന്താടാ ഇത്? സാറേ എനിക്കറിയില്ല സാറേ. നടക്കണം അങ്ങോട്ട്. സാർ ഇതെന്റെ അല്ല സാർ. സാറേ സാർ ഇതെനിക്ക് അറിയില്ല സാർ. സാർ ഇവന്റെ കാറിനുള്ളിൽ നിന്ന് കിട്ടിയ കാശാ? സാർ എനിക്കറിയില്ല, ഞാൻ വണ്ടിയുള്ള ക്യാഷ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ കാശ് എങ്ങനെയാണ് ഉണ്ടായത്? എനിക്കറിയില്ല സാർ. സാർ ഇതെന്റെ അല്ല സാർ. സാർ കള്ളം പറഞ്ഞോളാ റാസ്കൽ. നീ പമ്പിൽ കൊടുത്ത കാശും നിന്റെ പേഴ്സിലും നിന്റെ വണ്ടിയിലിരുന്ന കാശും അടുത്തടുത്ത നമ്പറുള്ള കള്ളനോട്ടുകളാണ്. സാർ എനിക്കറിയില്ല സാർ. എന്താടാ നിനക്ക് മറുപടി ഒന്നുമില്ലേ? സാർ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എനിക്കറിയില്ല സാർ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. സാർ പ്ലീസ് ഇവനെ പിടിച്ച് വണ്ടി കയറ്റേ. ഇവന്റെ കാർ എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. സാർ ഞാനൊന്നും ചെയ്യില്ല സാർ. സാർ ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാറേ മോഹനേട്ടാ, മോനെ കണ്ടില്ലല്ലോ. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ എത്താറായി, പെട്രോൾ അടിച്ചിട്ട് വരാന്നാ പറഞ്ഞേ. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ ഫോണിന് ചാർജ് ഒന്നും തീർന്നുണ്ടാവും. അവൻ ഫോൺ ഫുൾ ചാർജ് ആക്കിയിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. പിന്നെ എങ്ങനെ ചാർജ് തീരും? അതേട്ടാ, അതിനുള്ള സമയമായിട്ടില്ല. മോഹനേട്ടാ ഒന്ന് പോയി നോക്കിട്ട് വരൂ. എനിക്കെന്തോ പേടിയാവുന്നു. ഇത് കൊള്ളാം. എന്താ രാജി, അവൻ കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ പേടിക്കാൻ. എന്തെങ്കിലും കാരണം കൊണ്ട് ഫോൺ ഓഫ് ആക്കാമല്ലോ. നമ്മളറിയാതെ തനിയെ വേണമെങ്കിലും ഫോൺ ഓഫ് ആവാം. ചിലപ്പോ നെറ്റ്വർക്ക് പ്രോബ്ലം ആവാം. നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഞാൻ പറയുന്നത് സർ. വിനോദ് സാർ, ഞാൻ അവനൊന്ന് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ വീട്ടുകാരെ ആരെയും നമ്പർ വാങ്ങിച്ചേരെ. ആരോടെങ്കിലും ഇങ്ങ് വരാൻ പറ. എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പറ. ശരി സർ.
ഹലോ. ഇത് ജയേഷിന്റെ അച്ഛനാണോ? അതെ, ആരാണോ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. നിങ്ങളുടെ മോനെ ഒരു കള്ളനോട്ട് കേസിൽ പിടിച്ചിട്ടുണ്ട്. രാജി, അമ്മേ. ശരി, ഓക്കെ. എന്താ ചതിച്ചു രാജി. അത് എന്താടാ എന്തു പറ്റി? ജയേഷിനെ കള്ളനോട്ട് പോയി പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. ഈശ്വരാ, എന്റെ മോൻ ആരാടാ നിന്നോട് ഇത് വിളിച്ചു പറഞ്ഞത്? പോലീസ് അമ്മേ. ഒരിക്കലും എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ഇതെന്തോ ചതി പറ്റിയതാ. എടാ, നീ വേഗം പോയി എന്താണെന്ന് നോക്ക്. ഞാനും വരാട്ടാ, വേഗം പോവാ. വേണ്ട രാജി, ഞാൻ പോയിട്ട് വരാം. എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. നീ കരയാതെ. അവനൊന്നും സംഭവിക്കില്ല. അവൻ അറിയാതെ ആരെങ്കിലും കൊടുത്ത കാശാവും. ഹലോ ചേച്ചി, ജയേഷിനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവന്റെ കയ്യില് ബാനുവിനെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം വാങ്ങിയിട്ടേ ഞാൻ അവനെ പുറത്തു വിടൂ. എന്ത് കേസിലാടാ അവനെ കസ്റ്റഡിയിൽ എടുത്തത്? കള്ളനോട്ട്. ചേച്ചി, ചേച്ചി ഇതിൽ ഇടപെടണ്ട. അവൻ റോങ് സൈഡ് കളിച്ചാ ഞാൻ അതിന്റെ അപ്പുറം കളിക്കും. ഭാരത്തെ, ശ്രദ്ധിക്കണം. അവന്റെയും ഭാവിയുടെ പ്രശ്നമാണ്. നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരാളുടെ ഭാവി നശിപ്പിക്കാൻ പാടില്ല. ദേ, ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റോ? എനിക്കറിയില്ല ചേച്ചി, ഞാൻ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലുള്ള രേഖകൾ വാങ്ങിച്ചെടുക്കണം. മോഹനമാമനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഭാരത്തെ, നീ സൂക്ഷിക്കണം. ഇതിന്റെ പേരിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. ചേച്ചി ഇപ്പൊ വീട്ടിലേക്കല്ലേ, എന്നാലേ എന്റെ പ്ലാനുകളൊക്കെ സക്സസ് ആവും. ചേച്ചി പോവില്ലേ? ആ, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു. ശരി ചേച്ചി, ചേച്ചി ചെല്ല്, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. ആ, ശരി.